നൗഫൽ ഫുള്ള് ഓൻ്റെ ഐഡിയകൾ ഓൻ്റെ വീട്ടിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാൻ മാത്രമല്ല പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള ചെല്ലിപ്പറച്ചിലൊക്കെ ഖുർആൻ ഓതാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ കോണിച്ചോടിന്റെ അടിയിൽ വെച്ചിട്ട് കോണിയുടെ താഴെ വെച്ചിട്ട് അലമ്പായിരിക്കുന്ന പല സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ട്. അതാണ് മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞത്. എല്ലാം വെക്കാനൊക്കെ സ്പെഷ്യൽ ഏരിയ കൊടുത്തു, വിൻഡോയും കൊടുത്തു. ആ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് കാറ്റും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പ്രയർ റൂം. ഇവിടെ ഒരു ഫാൻ ഉണ്ട്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രയർ റൂം. അതുപോലെ തന്നെ ഇവിടെ അല്ലേ സ്റ്റഡി യൂണിറ്റ്. ഇതെന്താന്ന് വെച്ചാൽ സാധാരണ ഇപ്പൊ നമ്മളൊക്കെ കുന്തളിച്ച് റൂമിൽ നമ്മൾ പഠിക്കാൻ വിട്ടാല് നമ്മൾ മൊബൈലിൽ കളിക്കും. ഇതിപ്പോ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ തന്നെ കുട്ടികളുണ്ടാവും പഠിക്കാൻ. സ്റ്റഡി ഏരിയ, അതായത് അവിടെ ഇരുന്ന് നമുക്ക് മാതാപിതാക്കൾ കാണുകയും ഇരിക്കും ചെയ്യാം. അല്ല, വൈഫിന് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ലെവലിലാണ്. വൈഫ് അതല്ല, നിങ്ങൾക്ക് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാം. വൈഫിന് എത്തിട്ട് മാത്രമല്ല, അവിടെ ഇരുന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റ്. അതുകൊണ്ട് തന്നെ നേരത്തെ നൗഫല പറഞ്ഞ സ്റ്റെയറിന്റെ താഴത്ത് അങ്ങനത്തുള്ള അലക്കുലത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ആ സ്റ്റെയറിന്റെ കരിവാകയിൽ ഡിസൈൻ ചെയ്ത ആ വുഡിന്റെ ആ 40 mm തിക്നെസ്സിൽ വുഡ് ചെയ്ത ആ സ്ട്രക്ചർ വർക്ക് ചെയ്ത മനോഹരമായിട്ടുള്ള സ്റ്റെയർ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ അടിയിൽ അടച്ചിട്ട ഒരു റൂമായിരിക്കും വരിക അല്ലെ. പിന്നെ നമ്മൾ അവിടെ സ്റ്റെപ്പിൽ ചെയ്ത അതേ കോമ്പിനേഷനിൽ തന്നെ ഇവിടെയും കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഇരിക്കാനുള്ള ഒരു ഫീല്. ഇവിടെ സത്യത്തിൽ നമ്മൾ പെരിയിലൊരു ഫാമിലി ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം രാത്രിയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ 8-10 ആൾ കുടുംബങ്ങൾ കസിൻസിന് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി.